നമസ്തേ. ഞാൻ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും എല്ലാവർക്കും പ്രപഞ്ചത്തിലുമുള്ള ജീവികൾക്ക് നമസ്കാരം. ഞാൻ ഇന്ന് പറയുന്ന വിഷയം നമ്മുടെ ആനീസ് കിച്ചണിലെ ഒരു ഇൻ്റർവ്യൂ, അതായത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട NG ശ്രീകുമാർ സാറിൻ്റെ വൈഫ് ലേഖ ശ്രീകുമാറുമായിട്ട് ആനി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ. അപ്പം ആ ഇൻ്റർവ്യൂവിൽ ലേഖ ചേച്ചിയോട് ചോദിക്കുന്നു, ചേച്ചിക്ക് കർമ്മയിൽ വിശ്വാസമാണോ എന്ന്. അപ്പോൾ പറയുന്നു, ഞാൻ 100% കർമ്മയിൽ വിശ്വസിക്കുന്നു. അപ്പോൾ പറയുന്നു, ചേച്ചി സ്പിരിച്വാലിറ്റിയിലൊക്കെ വളരെ വിശ്വസിക്കുന്ന ആളാണല്ലേ, സ്പിരിച്വാലിറ്റിയിലൂടെയാണ്. അപ്പോൾ പറയുന്നു, പിന്നെ ഞാൻ സ്പിരിച്വാലിറ്റിയിലാണ് 100% ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പറഞ്ഞ് അതെന്താണ്, അതെങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന്. അപ്പോൾ പറയുന്നത് കേട്ടാൽ നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്താണ് എന്ന് ജനങ്ങൾ കരുതിയിരിക്കുന്നത് എന്താണെന്ന് ഈ ലേഖ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആ വ്യക്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ആളുകൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ തരം താഴ്ത്തുന്നത്. അതായത് അങ്ങനെ ഇനി പറഞ്ഞ് പഠിക്കരുത്. ഞാൻ വളരെ സ്പിരിച്വാലിറ്റിയിലാണ്. എന്താണ് സ്പിരിച്വാലിറ്റി? വിളക്ക് കത്തിക്കുന്നത് എങ്ങനെയാണെന്നും തിരി എങ്ങോട്ടിടേണ്ടതാണെന്നും നാമങ്ങൾ ഏതാണ് ജപിക്കേണ്ടതെന്നും ഏതൊക്കെ എപ്പോഴൊക്കെയാണ് ജപിക്കേണ്ടതെന്നും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്തൊക്കെ ആചാരങ്ങളെന്നും എങ്ങനെയാണ് പോകേണ്ടതെന്നും ഇതൊക്കെയാണ് അവരുടെ സ്പിരിച്വാലിറ്റി. അതും പ്രശസ്തരായ ആയിട്ടുള്ള ഒരു വ്യക്തികളെ പിടിച്ചിരുത്തി പ്രമുഖ ചാനലിൽ പ്രമുഖ നടി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത് എവിടെയെല്ലാം എത്തും, അത് ഏതെല്ലാം മീഡിയകളിൽ ഏതെല്ലാം ഷോർട്സും റീൽസുകളുമായിട്ട് എത്രയോ ജനങ്ങളത് കാണുന്നതാണ്. ഇതൊക്കെയാണ് സമൂഹത്തിൻ്റെ വിപത്ത് എന്ന് പറയുന്നത്, അതായത് ആത്മീയ വിപത്തുകൾ. ഈ സ്പിരിച്വാലിറ്റിയെ ഇത്രത്തോളം വൾഗറായിട്ട് വഷളായിട്ട് കുറേ ആൾക്കാരിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിൽ ആണ് സ്പിരിച്വാലിറ്റി ഇരിക്കുന്നത് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ കുറേ ആൾക്കാർ അവരുടെ റീൽസോ അല്ലെങ്കിൽ അവർക്ക് വ്ളോഗർമാർക്ക് റീച്ച് കിട്ടുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് ക്യാഷ് ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് നമ്മുടെ ആത്മീയതയെ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ വേർഷനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പരമ്പരാഗത അറിവിനെ അവർ നശിപ്പിച്ച് നമ്മുടെ സാമൂഹ്യ വിപത്താക്കി മാറ്റുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അതായത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ എങ്ങനെ നടക്കണമെന്നും എത്ര പ്രദക്ഷിണം വയ്ക്കണമെന്നും ക്ഷേത്രത്തിൽ ഇരിക്കുന്ന മൂർത്തികൾക്ക് ഏതൊക്കെ വസ്ത്രങ്ങളാണ്, ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ മന്ത്രങ്ങളാണ് ജപിക്കേണ്ടതെന്നും ഏതൊക്കെ മൂർത്തികളെ കാണാൻ പോകുമ്പോൾ ഏതൊക്കെ വസ്ത്രങ്ങൾ നാം ധരിച്ചുകൊണ്ട് പോകണമെന്നും ഏതൊക്കെ വഴിപാടുകളാണെന്നും ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ മന്ത്രങ്ങൾ ജപിക്കണമെന്നും ഏതൊക്കെ ദേവതകൾക്ക് ഏതൊക്കെ വഴിപാടുകളാണെന്നും ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ വിളക്ക് കത്തിക്കണമെന്നും ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ വസ്ത്രം ധരിക്കണമെന്നും ഇതൊക്കെയാണോ സ്പിരിച്വാലിറ്റി? ഇതൊന്നും സ്പിരിച്വാലിറ്റി അല്ല. അതുകൊണ്ട് ഇത് സ്പിരിച്വാലിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ച് സാധാരണ ഇനി വരുന്ന തലമുറയും നശിപ്പിക്കുന്ന പരമ്പരാഗതമായ ഈ വിഡ്ഢിത്തത്തിന് ആരും കൂട്ടുനിൽക്കരുത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മസത്തയെ കണ്ടുപിടിച്ച് ഉണർത്തി അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുക. അതിലൂടെ നമ്മൾ അന്തർലീനമായിട്ട് അതനുസരിച്ച് യാത്ര ചെയ്യുക. അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി, അതായത് ഇപ്പോൾ ഈ ലേഖ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആ ചേച്ചി ഒരു സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ നടക്കാറില്ല. അത് സ്പിരിച്വൽ വേയിൽ നടക്കുന്നവർക്ക് ഒരുപാട് വേറെ ഫിസിക്കലി എല്ലാം അവർ മാറ്റമുണ്ടായിരിക്കും. അങ്ങനെ പറയത്തുമില്ല. അങ്ങനെ ഒന്നും പറയരുത്. അത് ഞാൻ എൻ്റെ ഒരു അപേക്ഷയാണ്, അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ സ്പിരിച്വൽ മൈൻഡോടുകൂടി ജീവിക്കുന്നത് അത് വേറൊരു സമൂഹമാണ്. അത് വേറെ അതിനെ നമുക്ക് സാധാരണ
ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ജാതി മതഭേദങ്ങൾക്ക് അതീതമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. മതത്തിന് അടിമയല്ല, മതത്തിൻ്റെ ചട്ടക്കൂടി കിടക്കുന്നതല്ല. അവിടെ മതമില്ല, ജാതിയില്ല. ശ്രീനാരായണ ഗുരുദേവനെ ആര് എന്തിന് ജാതിയുടെ മതത്തിൻ്റെ പേരിൽ തളച്ചിടുന്നു? അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനായിരുന്നു. ആത്മീയ ആചാര്യനും മതാചാര്യനും രണ്ടും രണ്ടാണ്. കൂടുതൽ വിശദാംശമായി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.